വിക്രമിന്റെയും മുത്തുവിന്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിക്രമിനില്ല കേട്ടോ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞങ്ങള് ഫാമിലി ആയിട്ട് 4 പേരും കൂടി, പിള്ളേർ 2 പേരും ബാക്കിലുണ്ട്. ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോവാം. വിക്രമിനെ വിളിച്ചു. വിക്രമൻ പറഞ്ഞു ആദ്യം നിങ്ങൾ പോയി നോക്കിയിട്ട് വാ, എങ്ങനെയുണ്ടെന്ന് പറയേ, എന്നിട്ട് ഞാൻ വരാമെന്ന് പറയണേ. അതിലൊരു കാരണമുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് ഇടുക്കിയിലേക്കാണ്. അവിടെ PWD റെസ്റ്റ് ഹൗസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ പോയിട്ട് ഇടുക്കി ഡാം ഒന്ന് കാണാം. ഇപ്പോൾ ഇടുക്കി ഡാം ഇപ്പോൾ റീസെൻ്റായിട്ട് പബ്ലിക്കിന് തുറന്നു കൊടുത്തുള്ളൂ എന്നാണ് കേട്ടെ. ഇടുക്കി ഡാം, ചെറുതോണി ഡാമൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി കാണാം. ഇവിടെ സുഷിതേ വണ്ടി ഓടിച്ചുകൊണ്ടിരിപ്പുണ്ട്. പിള്ളേർ 2 പേരും ഒരുത്തരോടെ ഇരിപ്പുണ്ട്. മോളിലേക്ക് എടുത്തുറങ്ങി. ഇപ്പം ഏകദേശം ഗൂഗിൾ മാപ്പിൽ ഒരു 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 8:30 ഇറങ്ങിയതാണ് വീട്ടിൽ. ഭക്ഷണം കഴിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ഓഫീസിൽ നിന്ന് 2 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, അവരും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ PWD റെസ്റ്റ് ഹൗസ് എങ്ങനെയാണ്, അവിടുത്തെ റൂം റെൻ്റ് എത്രയാണ്, അവിടെ എന്തൊക്കെയാണ് അവൈലബിലിറ്റി ഉള്ളത്, ഈ കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മുടെ PWD റെസ്റ്റ് ഹൗസ്. ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു കാടിൻ്റെ നടുക്ക് തന്നെയാണ് കേട്ടോ ഈ റെസ്റ്റ് ഹൗസ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശാലമായ കാർ പാർക്കിംഗ് അവൈലബിൾ ആണ്. കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ആ റിസപ്ഷനിൽ ചോദിച്ചിരുന്നു. അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ 5 റൂമാണുള്ളത്. പിന്നെ ഒരു VIP റൂം വേറെ ഉണ്ട്, പക്ഷെ അത് പബ്ലിക്കിന് അലോ ചെയ്യുമെന്ന് അറിയില്ല. ജനറലി ഇവിടെ ഉള്ളത് 5 റൂമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഓഫീസിൽ നിന്ന് നമ്മുടെ 2 സുഹൃത്തുക്കളും വന്നിട്ടുണ്ട്. അവരകത്ത് ഡ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ താഴെ ബോട്ടിംഗ് ഉണ്ട്. ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. പിന്നെ ഇവിടെ ഇങ്ങനൊരു ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നമുക്കൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. വേണമെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കാം. ഡൈനിങ് ഹാൾ. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ ഇവിടെ TV പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഒരു VIP റൂം ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ അവിടെ പബ്ലിക്കിന് അലോഡല്ല. ഇവിടെയാണ് നമ്മുടെ റൂം. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്നത് റൂം നമ്പർ 5 ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ തുറന്ന് കണ്ടു. നിങ്ങൾ നോക്കിക്കേ, 2 ബെഡ് ഇവിടെ ഉണ്ട്. ഇരിക്കാനായിട്ട് ഒരു സോഫ സെറ്റ്, പിന്നെ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിൾ, 2 ചെയർ. അങ്ങനെ ഇവിടെ വേറൊരു ടേബിൾ കൂടി ഉണ്ട് കേട്ടോ. 2 ടേബിളുണ്ട്. പിന്നെ നേരെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ വാഷ് ബേസിൻ, കംപ്ലീറ്റ് മിറർ, ഡ്രസ്സ് തൂക്കാനുള്ള ഹാങ്ങർ, ഇതെല്ലാം കഴിഞ്ഞ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ടോയ്ലറ്റാണ്. ഏകദേശം ഒരു ബെഡ്റൂമിനേക്കാൾ വലിയ ടോയ്ലറ്റാണ് ഗൈസ്. നോക്കി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ്, അടിപൊളി. വാട്ടർ ഹീറ്റർ വരെയുണ്ട്, ഷവർ, എക്സോസ്റ്റ്. ഏകദേശം നമ്മൾ കുറച്ച് ദൂരം നടക്കണം നമ്മുടെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ. അത്രയും വലിയ ടോയ്ലറ്റ്സ്. ഇതൊന്നുമല്ല, ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇതാ, ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണണമെന്ന് എനിക്കറിയില്ല. ഉണ്ടോ, ഡാമിൽ കൂടെ ബോട്ടിങ് നടക്കുന്നുണ്ടോ, കണ്ടോ? ബാൽക്കണി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡാമിന്റെ വ്യൂ ആണ്. സൂപ്പർ പ്ലേസ്. നമ്മുടെ റെസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾ കാറൊന്നും എടുത്തില്ല,
ഈ റെസ്റ്റ് ഹൗസിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ബോട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഈവനിങ് 5 o'clock വരെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ബോട്ടിങ്. അപ്പോൾ നമുക്ക് നോക്കാം, പറ്റുകയാണെങ്കിൽ നമുക്ക് നേരെ ബോട്ടിൽ കയറി ഡാമിൽ കൂടെ റൗണ്ട് അടിക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ എല്ലാവരും ഇത് പതുക്കെ നടന്നിറങ്ങി വരുന്നുണ്ട്. ഞങ്ങളേ ബോട്ടിൻ്റെ കൗണ്ടറിൽ പോയായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് 4:30 വരെ എന്തേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ്സൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ നാളെ രാവിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹിൽ വ്യൂ പാർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ പതുക്കെ പാർക്കിലോട്ട് പോട്ടെ. ബോട്ടിങ് നാളെ രാവിലെ. ഇതാണ് കേട്ടോ നമ്മുടെ ഹിൽ വ്യൂ പാർക്കിൻ്റെ എൻട്രൻസ്. ഇതൊരു കയറ്റം പോലെയാണ്. അപ്പോൾ ഞാൻ കാറ് കുറച്ച് ബാക്കിൽ പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് പതുക്കെ നടന്ന് കയറാം. വലിയ ദൂരമൊന്നുമില്ല തോന്നുന്നു. അതെത്തി. ഇതന്നെ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇവിടെ നിന്ന് വേറെ ടിക്കറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. വേറെ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു. അപ്പോൾ ഇവിടെ പോട്ടെ നമുക്ക് ഹിൽ വ്യൂ പാർക്കിന് ടിക്കറ്റ് എടുക്കാം. ഇത് നമ്മുടെ റെസ്റ്റ് ഹൗസിൻ്റെ ഒരു 1 kilometer ദൂരത്തിലാട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ പോട്ടെ ടിക്കറ്റ് എടുക്കട്ടെ. നല്ല കയറ്റാണ് കേട്ടോ ഗൈസ്. ഇതുണ്ടോ ടിക്കറ്റ് എടുത്തു കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ഇനിയും നമ്മൾ കുന്ന് കയറണം. ഇവിടെ ടിക്കറ്റ് റേറ്റ് അഡൽസിന് 25 rupees, കിഡ്സിന് 15 rupees. അതാണ് ടിക്കറ്റ് റേറ്റ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നടന്നൊരു ഹിൽ ടോപ്പ് വരെ പോകണം. അപ്പോൾ നമുക്ക് പതുക്കെ നടക്കാം. നമ്മൾ ഏകദേശം ഇവിടെ ഒരു പാർക്കിലെത്തി കേട്ടോ. ഇവിടെ ഒരു ബൈഫർക്കേഷൻ കണ്ടു. കിഡ്സ് പാർക്ക് നേരെ, പിന്നെ അവിടെ അഡ്വഞ്ചറായിട്ട് എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അത് നമുക്ക് ആദ്യം കിഡ്സ് പാർക്കിൽ പോയിട്ട് ഇവിടെ കുറച്ച് വ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കിയിട്ട് വരാം. ഈ പാർക്കിൽ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഇടുക്കി ഡാം ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അവിടെ കണ്ടോ ഒരു ആർച്ച് ഡാം, അതാണ് ഇടുക്കി ഡാം. അടിപൊളി വ്യൂ കേട്ടോ. ഇടുക്കി ഡാം 2 മലകൾക്കിടയിലുള്ള ആർച്ച് ഷേപ്ഡ് ഡാമാണ് ഇടുക്കി ഡാം. കുറവൻമല, കുറുത്തിമല. അങ്ങനെ നമ്മളത് നമ്മുടെ പാർക്കിനകത്ത് എത്തിട്ടോ. ഇവിടെ എന്തൊക്കെയാ പരിപാടിയുള്ളത് നമുക്ക് കയറി നോക്കാം. നല്ല തണുപ്പാണ്. കാര്യം 4:30 ആയിട്ടുള്ളൂ, പക്ഷെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. ഇവിടെ പാർക്കിനകത്ത് എന്തൊക്കെയാ ആക്ടിവിറ്റീസ് ഉള്ളത് നോക്കാം. ഇവിടെ നമുക്ക് കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. കൊട്ടവഞ്ചിയിൽ കയറി യാത്ര ചെയ്യാം. അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ മേലെയാണ്. 7 മണി വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടേ മേലെ ഒന്ന് കയറി നോക്കാം എന്താ അവിടെ ഉള്ളതെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും സ്ലൈഡും സ്വിങ്ങൊക്കെ ഉള്ളു. പിന്നെ കൊട്ടവഞ്ചി അങ്ങനെയൊക്കെ. ഇവിടെ നിന്ന് അങ്ങോട്ട് അഡ്വഞ്ചർ പാർക്കാട്ടോ. കണ്ടോ, അഡ്വഞ്ചർ പോയിന്റ്. എന്തൊക്കെയോ ഈ പോണ്ടിൻ്റെ ക്രോസ് ആയിട്ട് നടക്കുകയോ എന്തോ സിപ്പ് ലൈനോ അങ്ങനെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. അഭിനവ് അങ്ങനെ ആർച്ചറി ചെയ്യാൻ പോകാറുണ്ടോ. പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ പോയിന്റ് ഉണ്ടോ നമുക്ക് നോക്കാം. ചിലപ്പോൾ അവിടെ നിന്ന് ഡാമൊക്കെ കാണാൻ, ബേർഡ് വ്യൂവിൽ കാണാൻ പറ്റുമായിരിക്കും. നോക്കട്ടെ. ഇതാണ് കേട്ടോ അവിടുത്തെ വാച്ച് ടവർ. വാച്ച് ടവറിൻ്റെ മേലെ കയറിയാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹൈയസ്റ്റ് പോയിന്റ് കൂടി ഉണ്ട്. സന്ധ്യ ഇങ്ങനെ മയം തുടങ്ങി.
ആ കയറിക്കോടാ. ആ വാച്ച് ടവർ മുകളിലല്ലേ. ഇതാണ് സംഭവം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ഡാമും കാണാം. അതായത് ചെറുതോണി ഡാമും കാണാം, അതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമുക്ക് ഇടുക്കി ഡാമും കാണാം, രണ്ടും ഒറ്റ ഫ്രെയിമിൽ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ലൈറ്റപ്പ് കണ്ടോ, സന്ധ്യയായി. നമ്മളിങ്ങനെ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പാർക്കിലെ കാഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബോട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് പതുക്കെ പുറത്തേക്ക് പോവാം. അങ്ങനെ 2ാമത്തെ ദിവസം നേരം വെളുത്തു. നമ്മൾ കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നു കേട്ടോ. ഇവിടെ ഫുഡൊന്നും കിട്ടില്ല. നമുക്ക് തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിക്കണം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ളൊരു മഹാറാണി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ അവൈലബിൾ ആണ്. ഞങ്ങൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഇത് ഉണ്ണിക്കുട്ടി ഇവിടെ രാവിലെ തന്നെ ബബിൾസൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇവിടെ 5 റൂമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇന്ന് മാക്സിമം 5 ഫാമിലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ 3 പേരുണ്ട്. അപ്പോൾ അവരിത് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഇത് മോളിയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ആകെ കണ്ടോ നല്ല തണുപ്പാണ് ഇവിടെ. പക്ഷേ കോടയൊന്നുമില്ല, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലം. ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് ഏകദേശം ഒരു കാടിന് നടുക്കാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാമല്ലോ, ഒരു കാടിന് നടുക്കാണ് ഈ റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കിയത്. പതുക്കെ പതുക്കെ. ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ ബോട്ടിങ്ങുള്ള സംഭവം. ഇവിടെ ബോട്ട് ജെട്ടിയിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളാണ് ഫസ്റ്റ് ട്രിപ്പിലോട്ട് വന്നിരിക്കുന്നത്. 10 മണിക്ക് ബോട്ടിങ് തുടങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ അവിടെ വന്ന് കാറൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മളെ പതുക്കെ ബോട്ടിലോട്ട് കയറാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ബോട്ടിലേക്ക് ഇറങ്ങുന്ന വഴി. അതിൻ്റെ ഓപ്പറേറ്റേഴ്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ ബോട്ടിൽ കയറാനുള്ള പരിപാടി നോക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഒരു ഗ്രൂപ്പല്ലേ സെറ്റല്ലേ? ബോട്ടിങ് കഴിഞ്ഞിട്ടാ ഇനി നേരെ നമ്മൾ ഇടുക്കി ഡാം, ചെറുതോണി ഡാമൊക്കെ ഒന്ന് കാണാനായിട്ട് പോവാണ്. ഈ ബോട്ടിങ്ങിൻ്റെ വളരെ അടുത്ത് തന്നെയാണ്, ഇത് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അത് പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങളേ നേരെ ഇടുക്കി ഡാം കാണാനായിട്ടേ അവിടെ പോയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് സെക്യൂരിറ്റി ബ്രീച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞ ജൂലൈയിൽ. അപ്പോൾ അത് കാരണം അവരിപ്പോൾ 250 പേരെ രാവിലെ, 250 പേര് ഈവനിങ് അങ്ങനെ മാത്രമേ കയറ്റുള്ളൂ. പിന്നെ പണ്ടൊക്കെ ഞാൻ ആദ്യ പ്രാവശ്യം പോയിട്ടുണ്ട്, അന്ന് നമുക്ക് നടന്നു പോകാമായിരുന്നു. പക്ഷെ ഇപ്പോൾ നടന്നു പോകാൻ പറ്റില്ല, അവരുടെ മറ്റേ ഇലക്ട്രിക് ബഗ്ഗിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ക്യാമറ, മൊബൈല്, നമ്മുടെ സ്മാർട്ട് വാച്ച് ഇതൊന്നും അവിടെ പെർമിറ്റഡ് അല്ല. പിന്നെ ID പ്രൂഫ് കമ്പൽസറി ആയിട്ട് വേണം. അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് നേരെ അവിടെ പോയപ്പോഴേക്കും ആ മോർണിംഗ് സെക്ഷനിലുള്ള 250 ടിക്കറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ വർത്താനം പറഞ്ഞ് നിന്ന് 1:30 വരെ അവിടെ നിന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രിപ്പിലാണ് ടിക്കറ്റ് കിട്ടിയത്. പക്ഷേ ഈ പറഞ്ഞ പോലെ മൊബൈലും കാര്യങ്ങളും ഒന്നും പെർമിറ്റഡ് അല്ലാത്തതുകൊണ്ട് ഒന്നും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല.
പക്ഷേ നമ്മൾ ഇലക്ട്രിക് ബഗ്ഗിയിൽ കയറി ചെറുതോണി ഡാമിൻ്റെ മുകളിൽ കൂടെ നേരെ ഇടുക്കി ഡാമിൻ്റെ മേലെ പോയി കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് ലാവിഷായിട്ടൊരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ ഒരു 10-15 മിനിറ്റ് കൂടുതൽ അതിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. ഒരു 4 മണി വരെ എന്തേ ഉള്ളൂ. അതിന് മുന്നേ അടുത്ത് 250 ടിക്കറ്റും തീർന്നു. അങ്ങനെ നമ്മളൊന്നും ഷൂട്ട് ചെയ്തില്ല. നേരെ അപ്പോൾ ഡാമൊക്കെ കണ്ട് തിരിച്ചിവിടെത്തി നമ്മുടെ റെസ്റ്റ് ഹൗസിൽ കിടന്ന് ഉറങ്ങി. ഇനി നമ്മൾ ഉറങ്ങി എണീറ്റ് 5 മണിയായി. അപ്പോൾ നമ്മുടെ ഹിൽ വ്യൂ പാർക്കിൽ പോകണമെന്ന് മോള് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ പാർക്കിലോട്ട് ഇറങ്ങുകയാണ്. പാർക്കിലെ കാഴ്ചയൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് നേരെ പാർക്കിൽ പോവാം. അങ്ങനെ നമ്മൾ ഹിൽ വ്യൂ പാർക്കിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കണ്ടു കേട്ടോ. അതിനുശേഷം തിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ റെസ്റ്റ് ഹൗസിലെത്തി. അപ്പോൾ നമ്മുടെ ഇതേ കുട്ടികളെല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇതേ ഈ കാർ പോർച്ചിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അവർ കുറച്ച് നേരമായി കളി തുടങ്ങിയിട്ട്. പിന്നെ ഇവിടെ വേറെ ഞാൻ പറഞ്ഞല്ലോ, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമുക്കാണ് ഈ മൊത്തം റെസ്റ്റ് ഹൗസ്. അതുകൊണ്ട് വേറെ ആർക്കും ശല്യം ഉണ്ടാവുന്നോ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നോ പേടിക്കണ്ട. പിന്നെ ഇവിടെ ഇതേ TV വെച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയായിരുന്നു. പിന്നെ ഞാനും മറ്റേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കളി കണ്ടു. നമുക്ക് ഈ കാണുന്ന സോഫയിലിരുന്ന് കളി കാണാം കേട്ടോ. അതിനൊന്നും ഇവിടെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പിന്നെ നേരെ ആ കാർ പോർച്ചിലൊരു മാറ്റ് അങ്ങോട്ട് വിരിച്ചു. എല്ലാവരും കൂടി ലൂഡോ കളിച്ചു. നമ്മുടെ ഫ്രണ്ട്സ് ലൂഡോ ടേബിളും മറ്റേ പാമ്പും കോണിയും ഐറ്റംസൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവരവിടെ കുറേ നേരം ഇരുന്ന് കളിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ 3ാമത്തെ ദിവസം, 2 രാത്രി കഴിഞ്ഞ് ഇന്ന് 3ാമത്തെ ദിവസം കേട്ടോ. നമ്മളപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. കെയർ ടേക്കർക്കായിട്ട് വെയിറ്റിംഗ് ആണ്. പുള്ളിപ്പോടി ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. റൂം നമ്മൾ വെക്കേറ്റ് ചെയ്തു. സാധനങ്ങളൊക്കെ കാറി കയറ്റി. ഇനി ഒരു 3.5 മണിക്കൂർ ഇവിടുന്ന് ട്രാവലിംഗ് ഉണ്ട് നമ്മുടെ കൊച്ചിയിലോട്ട്. അത് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് മുന്നേ ഒരു 1 മണിയാകുമ്പോഴേക്കും നമ്മൾ കൊച്ചിയിലെത്തും. പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല കേട്ടോ. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 5 റൂമാണ്. ഈ 5 റൂമിൽ ഒരു റൂമിൽ വരുന്ന പൈസ എന്ന് പറയുന്നത് 400 രൂപയേ ഉള്ളൂ. ടാക്സ് ഇൻക്ലൂഡിങ് ടാക്സ് എക്സ്ക്ലൂഡിങ് ടാക്സ് ഒന്നുമില്ല. ആകെ 400 രൂപ മതി നമുക്ക് ഈ റൂമിൽ താമസിക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചല്ലോ, എല്ലാം ഉണ്ട്. പിന്നെ രാവിലെ ചായ ഒന്നും കിട്ടില്ല. ഇവിടെ ഫുഡ് ഐറ്റംസ് ഒന്നും സപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വരാം, താമസിക്കാം. 400 റുപ്പീസ് കൊടുത്താൽ മതി. ഇവിടെ നിയർ ബൈ തന്നെ നമ്മുടെ നല്ലൊരു ഹോട്ടലുണ്ട്, മഹാറാണി. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. കഷ്ടി ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. തൊട്ടടുത്ത് പാർക്കുണ്ട്, ഹിൽ വ്യൂ പാർക്ക്. അവിടെ പോവാം. എല്ലാം കറക്റ്റ് പ്രൈം ലൊക്കേഷനാണിത്. ഈ ബോട്ടിങ്, ഇടുക്കി ഡാം, അതുപോലെ ചെറുതോണി ഡാം, ഈ പറഞ്ഞ ഹിൽ വ്യൂ പാർക്ക്, ഇതൊക്കെ ഒരു 1 കിലോമീറ്റർ അറൗണ്ടിൽ നടന്ന് വേണമെങ്കിലും പോവാം. അപ്പോൾ കാശില്ലാണ്ട് ഇനി ആരും യാത്ര ചെയ്യാതിരിക്കേണ്ട. 400 രൂപയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഉണ്ട് ഈ PWD റെസ്റ്റ് ഹൗസ്. ഗൂഗിളിൽ കയറി PWD റെസ്റ്റ് ഹൗസ് നോക്കുക, എവിടേക്കാണ് അവൈലബിലിറ്റി നോക്കുക, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. വെറും 400 റുപ്പീസ്. അപ്പോൾ ഇനി പൈസയുടെ കാശും പറഞ്ഞിട്ട് ആരും യാത്ര ചെയ്യാതിരിക്കണം. എല്ലാവരും യാത്ര ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോവാം. ഇനി നേരെ കൊച്ചിയിലോട്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കുളമാവ് ഡാം. നമ്മൾ ഇടുക്കിയിൽ നിന്നും തിരിച്ച് എറണാകുളത്തോട്ട് പോകുമ്പോൾ ഈ കുളമാവ് ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ഈ ഇടുക്കി റിസർവോയർ ഉണ്ടായിരിക്കുന്നത് തന്നെ ചെറുതോണി ഡാം, ഇടുക്കി ഡാം, കുളമാവ് ഡാം. ഈ 3 ഡാമിൻ്റെയും കോമ്പിനേഷനാണ് ഇത്രയും വലിയ റിസർവോയറിൻ്റെ കാരണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. വേറൊന്നുമില്ല. ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.